പെരുമ്പാവൂർ സീറ്റിനെ ചൊല്ലി CPM കേരള കോൺഗ്രസ് എം ചർച്ച പുരോഗമിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പെരുമ്പാവൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന CPM-ൽ ആവശ്യമുയർന്നു. പാർട്ടി സ്ഥാനാർത്ഥി എത്തിയാൽ വിജയിക്കുമെന്നാണ് പ്രാദേശിക നേതൃത്വം കണക്കുകൂട്ടുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. പറയൂ നിതിൻ. ഗുഡ് മോർണിംഗ്. പെരുമ്പാവൂർ നിയമസഭാ സീറ്റിനെ ചൊല്ലിയുള്ള ചർച്ച ഇപ്പോൾ CPM-ലും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചർച്ചകൾ വേഗത്തിൽ തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, നിലവിലത്തെ ഒരു അന്തരീക്ഷത്തിൽ പാർട്ടി ആ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ജയിക്കാനുള്ള അന്തരീക്ഷം ഉണ്ട് എന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. 2001 മുതൽ 3 ടേം CPM-ൽ നിന്നും വിജയിച്ച MLA ആണ് പെരുമ്പാവൂരിനെ പ്രതികരിച്ചത്. 2016-ലും 2021-ലുമാണ് ഈ സീറ്റ് ഇടതുമുന്നണിക്ക് കാലിട്ടത്. 2016-ൽ CPM സ്ഥാനാർത്ഥിനെ മത്സരിച്ചിരുന്നു. ആ സമയത്ത് എൽദോസ് കുന്നപ്പള്ളി അവിടെ വിജയിച്ചു കയറി. 2021-ൽ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുകയാണ് ചെയ്തത്. അതേസമയം തന്നെ ഭൂരിപക്ഷം 2100-ആയി കുറയ്ക്കാൻ സാധിച്ചു. എന്നാൽ പോലും ഈ തോൽവിക്ക് പിന്നാലെ അന്നത്തെ LDF സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിരുന്ന ബാബു ജോസഫ് പാർട്ടിക്കെതിരെ പരാതി നൽകിയിരുന്നു. പാർട്ടി അത് കൃത്യമായ രീതിയിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ടില്ല എന്നൊരു പരാതി നൽകിയിരുന്നു. അതിനുശേഷം പിന്നീട് ചില നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ബാബു ജോസഫിനെതിരെ ഒരു എതിർവികാരം CPM പ്രാദേശിക നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ വിജയിക്കാനുള്ള അന്തരീക്ഷമുണ്ട് എന്നൊരു വിലയിരുത്തലാണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ പിറവത്തും പെരുമ്പാവൂരിലുമാണ് കേരള കോൺഗ്രസ് മാണിക്ക് സീറ്റ് അനുവദിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ ഏറ്റെടുക്കുകയാണെങ്കിൽ പിറവത്ത് മാത്രമായി ഒതുങ്ങൊരു സാഹചര്യമുണ്ട്. എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ്. ഒരു അന്തിമ തീരുമാനം സംസ്ഥാന തലത്തിലാണ് എടുക്കേണ്ടത്. ജില്ലാ നേതൃത്വത്തിന്റെ മുമ്പാകെ തന്നെ ഇത്തരമൊരു ആവശ്യം എന്തായാലും പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അന്തിമ ചർച്ച വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രാദേശിക വികാരം കണക്കിലെടുത്ത് പാർട്ടി സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ സാജു പോളിനെയോ അല്ലെങ്കിൽ ഒരു പുതുമുഖത്തെയോ പാർട്ടി പരീക്ഷിക്കും. ഇനി അഥവാ സീറ്റ് കേരള കോൺഗ്രസ് എം നിലനിർത്തുകയാണെങ്കിൽ ബാബു ജോസഫിനെ മാറ്റണം എന്നൊരു ആവശ്യം കേരള കോൺഗ്രസിലെ പ്രാദേശിക നേതൃത്വത്തിൽ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും CPM-മായി ഇടനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ സ്ഥാനാർത്ഥി വന്നാൽ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തലാണ് എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനും നിലവിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.